സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നാണ് നമ്മുടെ ലേണേഴ്സിന്റെ മൂന്നാമത്തെ എക്സാം. ആദ്യത്തെ 2 വട്ടത്തെയും പോലെയല്ല, ഇപ്രാവശ്യം നമ്മൾ കുറച്ചെങ്കിലും പഠിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ തറവാട്ടിലെത്തി. നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ സാർ ഇറങ്ങി വന്നു, നമ്മുടെ പേര് വിളിച്ചു. നമ്മൾ നേരെ കയറി നമ്മുടെ സ്ഥിരം സ്പോട്ടിൽ ഇറങ്ങിയിരുന്നു. നിങ്ങൾ വിചാരിക്കും ഞാൻ ഇങ്ങനെ കാമൻ കൂളാണെന്ന്. ഇതോടെ കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന ടെൻഷനിലാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ലേണേഴ്സ് എക്സാം കഴിഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ അതെ ഗൈസ്, മൂന്നാമത്തെ അറ്റംപ്റ്റിൽ നമ്മൾ അങ്ങനെ പാസ്സായി. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും സന്തോഷിച്ചുകൊണ്ട് ഈ സ്റ്റെപ്പ് ഇറങ്ങിയത്. സാധാരണ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ എനിക്ക് ഉള്ളിൽ ഒരു വിങ്ങലായിരുന്നു. അങ്ങനെ ആ സന്തോഷത്തിൽ നമ്മൾ നേരെ ഒരു ബസ് പിടിച്ച് വീട്ടിലോട്ട് പോകാണ്. അവിടുന്ന് നേരെ നമ്മൾ തൊട്ടടുത്തുള്ള അക്ഷയലോട്ട് പോയി. പാസ്സായതിന്റെ പ്രിന്റ് എടുക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്കും ചേച്ചിമാരെങ്കിൽ ഞെട്ടിപ്പോയി. അവരെ വെച്ച് ഞാൻ റീഅപ്ലൈ ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. പാവം. അവിടുന്ന് നേരെ പോയി നമ്മൾ അൽത്താഫിനെ പിക്ക് ചെയ്തു. നമ്മൾ ഇപ്പൊ പോകുന്നത് മുടിവെട്ടാനാണ്. ഇന്ന് ചൊവ്വാഴ്ചയാണ് നമ്മുടെ സ്ഥിരം ബാർബർ ഷോപ്പിൽ അവധിയാണ്. നമ്മൾ പിന്നെ വീട്ടിൽ നിന്ന് മുടിവെട്ടിക്കുന്ന തീരുമാനത്തിൽ ഇറങ്ങിക്കൊണ്ട് തിരിച്ചങ്ങനെ പോകാൻ ഭയങ്കര മടിയാണ്. പിന്നെ നമ്മൾ നേരെ പോയി വേറെ മുടിവെട്ടിലോട്ട്. അൽത്താഫിനെ നമ്മുടെ ഹെയർ സ്പെഷ്യലിസ്റ്റ് ആയതുകൊണ്ട് ബാർബറിനോട് അവൻ പറഞ്ഞോളും കത്രി എങ്ങനെ പിടിക്കണം, ട്രിം എങ്ങനെ ചെയ്യണം. ഇതാണ് മുടിവെട്ടി കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഒന്നും പറയാനില്ല, ഞാൻ ഒന്നും പറയുന്നുമില്ല. അങ്ങനെ ലേണേഴ്സ് ചേച്ചി എന്നെ മുടിവെട്ടി എന്നെ സംബന്ധിച്ച് നമ്മൾ നേരെ പോയി സുലൈമാനിക്കടയിലോട്ട് ഓരോ നാരങ്ങ വെള്ളം കുടിച്ചു. ഇനിയിപ്പോ വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഓക്കെ ബൈ.